വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന്റെ ഒരു എൻട്രി പോയിന്റ് എന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരുന്നത്. ആ മത്സരം ശ്രദ്ധിച്ച ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ LDFും BJPയും തമ്മിൽ ഒരു മത്സരമേ ഉണ്ടായിട്ടില്ല. മത്സരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവർ രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും പരസ്യമായി തന്നെ ബോധ്യപ്പെടുന്ന വിധം UDFിനെതിരെ ഒന്നിച്ച് മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ പുതിയ ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി തന്നെ രൂപപ്പെട്ടു. അത് CJP എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CJPയിലെ C എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CPIMലെ C ആണ്. അതിലെ 2ാമത്തെയും 3ാമത്തെയും പദം എന്ന് പറയുന്നത് BJPയിലെ JP എന്ന് പറയുന്ന പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, അല്ലെങ്കിൽ കമ്മ്യൂണലിസ്റ്റ് ജനതാ പാർട്ടി, അല്ലെങ്കിൽ ക്രിമിനൽ ജനതാ പാർട്ടി, എന്ത് വേണമെങ്കിലും പറയാം. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുതിയ ടെർമിനോളജി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിറന്നു വീണ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വളരെ അപകടം നിറഞ്ഞ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത വിധം, ഒരു അവ്യക്തതയുമില്ലാത്ത വിധം സംഘപരിവാർ അഥവാ ഫാഷിസവും കമ്മ്യൂണിസവും കേരളത്തിൽ ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും നിർവഹിക്കാനില്ല. RSSന് കാര്യമായിട്ടൊന്നും നിർവഹിക്കാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, RSSനും BJPക്കും നിർവഹിക്കാനുള്ള പണി എന്താണോ ആ പണി അവരെക്കാൾ മനോഹരമായി ഇവിടെ CPIMന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന ഏറ്റവും കൗതുകരമായ കാഴ്ച എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാമതും അവർ ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ വെപ്പൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്: ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെതിരെ നിരന്തരമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട്, ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന തന്ത്രം കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ വളരെ കൃത്യമായി ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇത് മാത്രമാണെന്ന് അവരുണ്ടായ നാൾ മുതൽ തന്നെ ഇന്ത്യ രാജ്യത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകദേശം 160ഓളം വരുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രചരണത്തിന് വേണ്ടി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇന്നും ലഭ്യമാണ്. ആ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആ പ്രഭാഷണത്തിൽ പ്രതീക്ഷിക്കുന്നത് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്ത വർക്കുകൾ ഇതെല്ലാമാണ്. വ്യാവസായികമായി ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ്. വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി,
ഈ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാതയായി മണ്ണിൽ വന്ന ധാരയായി മഹിമയാർന്ന സത്യമാർഗം നീയും പുൽകിടൂ. കേട്ടിടൂ ജനങ്ങളെ, മാനവ കുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാതയായി മണ്ണിൽ വന്ന ധാരയായി മഹിമയാർന്ന സത്യമാർഗം നീയും